ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം തുമ്പ ബീച്ചിലാണ്. അവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. രാവിലെ 6 മണിയോടെ ഞങ്ങൾ ബീച്ചിലെത്തിയിരുന്നു. വന്നപ്പോൾ ആളുകൾ ചേർന്ന് മീൻ പിടിക്കാനുള്ള ഒരുക്കങ്ങളാണ് കണ്ടത്. കടപ്പുറത്തെ തിരമാലകളുമായി മല്ലിട്ട് മീൻ പിടിക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. അതിരാവിലെ തുടങ്ങും ഈ മീൻപിടുത്തം. 2 വശങ്ങളിൽ നിന്നാണ് ഇവർ വല വലിക്കുന്നത്. ആദ്യം ഒരു ബോട്ടിൽ പോയാണ് വലയിടുന്നത്. അതിൻ്റെ വശങ്ങൾ കരയിൽ നിൽക്കുന്നവർക്ക് എത്തിച്ചു നൽകുന്നു. കടലിലായി ഒരാളുണ്ടാവും. ഈ വലയിലെ മേൽനോട്ടത്തിനായി വലിയ തിരമാലകൾ വന്ന് ഇതിലെ മീനുകളെ കൂടുതലായി നഷ്ടപ്പെടാതിരിക്കാനും എല്ലാമാണ് മേൽനോട്ടത്തിനായി ഒരാളെ അവിടെ ഏർപ്പെടുത്തുന്നത്. കരയിൽ നിൽക്കുന്നവർ ഓരോ തിരമാലയുടെയും ഗതി അനുസരിച്ചാണ് വല കരയിലേക്ക് വലിക്കുന്നത്. വല വലിക്കുന്നതോടൊപ്പം ഒരു പാട്ടെല്ലാം അവർ പാടുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല. ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കാം. കാഴ്ചക്കാർക്കും ഇവിടെ അവസരമുണ്ട്. വല പിടിച്ചു കൊടുത്താൽ മീൻ കിട്ടുമ്പോൾ ഫ്രീ ആയി അവർക്കും കൈനിറയെ മീനിനെ കൊണ്ടുപോകാം. ഇതുപോലെ മീൻ പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ടെങ്കിലും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ഇതിൽ. എപ്പോഴും ഇതുപോലെ മീൻ പിടിക്കുമ്പോൾ കൈനിറയെ മീൻ കിട്ടണമെന്നില്ല. ഒന്നും കിട്ടാതെയും മടങ്ങുന്ന ദിവസങ്ങളുണ്ട് ഇവിടെ. ഇങ്ങനെ മീൻ പിടിച്ചു കിട്ടുന്നതാണ് ഇവരുടെ വരുമാനം. ചിലർ ഈ മീൻ കിട്ടിയാലാണ് വീടുകളിൽ അന്നത്തേക്കുള്ള കറിയാവുന്നത്. എങ്കിലും ഇവർ ഹാപ്പിയാണ്. വല കരയിലേക്ക് അടുക്കുമ്പോൾ മീനുകൾ ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് ചാടിപ്പോവാം. വലിയ തിരമാലകൾ വരുമ്പോൾ അതിലേ പോകാം. ഭാഗ്യമില്ല എങ്കിൽ വലിയൊരു തിരമാല മതി ഈ കഷ്ടപ്പാടുകൾ ഒന്നുമല്ലാതാവാൻ. വല കരയിലേക്ക് അടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ കടലിലേക്ക് ഇറങ്ങി കൈ അടിച്ചു കൊടുക്കുന്നു. മീൻ പുറത്തേക്ക് ചാടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വല കരയിലേക്ക് അടുക്കും തോറുമുള്ള മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്.
വല കരയിലേക്ക് അടുക്കുമ്പോൾ മീൻ പിടിക്കുന്നവരിലും കാഴ്ചക്കാർക്കുമെല്ലാം വല്ലാത്തൊരാവേശമാണ്. ഈ ഒരു സമയത്ത് മീൻ കഴിക്കാനായി പരുന്ത് വട്ടമിട്ട് പറക്കുന്നതായി കാണാം. ചെറിയ പക്ഷികളും പൂച്ച എല്ലാം ഈ സമയത്ത് സജീവമാണ്. വളരെ ശ്രദ്ധയോടെ അവർ കരയിലേക്ക് വല അടുപ്പിക്കുന്നത്. ഈ ഒരു വലയിടൽ അവർക്ക് ഒരുപാട് മീനുകളെ കിട്ടിയിരുന്നു. ആദ്യമായി കാണുന്ന ഈ മീൻപിടുത്തവും കാഴ്ചകളുമെല്ലാം കുട്ടികളിലും വളരെ സന്തോഷമുണ്ടാക്കി. കിട്ടിയ മീനുകളെ വലയുടെ ഒരു വശത്തായി കൂട്ടിയിടുന്നു. ആളുകൾ കൂടിയിരുന്ന് ഓരോ മീനിനെയും വേർതിരിച്ച് ഓരോ കുട്ടകളിലേക്കായി മാറ്റുന്നു. വലയിൽ വന്നുപെട്ട ജെല്ലി ഫിഷിനെ അവർ കടലിലേക്ക് തന്നെ കളയുന്നു. ഇത് എടുത്താൽ തന്നെ നമ്മുടെ കൈകളിൽ ചൊറിച്ചിലുണ്ടാക്കും. ഈ ഒരു നേരം മീൻ വാങ്ങിക്കൊണ്ടു പോകാനായി നിൽക്കുന്ന ആളുകളുടെ തിരക്കാവും. മീനിനെ വേർതിരിക്കുന്നതിനിടയിൽ ചെറിയ മീനിനെ കളയുന്നതായി കണ്ടു. ചോദിച്ചപ്പോൾ ഈ മീൻ ഉപയോഗിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. മുള്ളൻ എന്നാണ് മീനിൻ്റെ പേര്. ആ മീനിനെ കഴിക്കാനാണ് ഈ പരുന്തും കാക്കയും പൂച്ചയും എല്ലാം എത്തുന്നത്. ആദ്യം തന്നെ അവർ വല വലിച്ചവർക്കായുള്ള മീനാണ് നൽകുന്നത്. ഒരു കുട്ടയിൽ അവർക്കായുള്ള മീൻ മാറ്റിവെച്ച് ശേഷം വീതിച്ചു നൽകുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. മീനുകളെല്ലാം കുട്ടകളിൽ റെഡിയായിട്ടുണ്ട്. ഇവർ മീനുകളെ ലേലം വെച്ചാണ് വിൽക്കുന്നത്. അതിനു മുമ്പായി കുറച്ച് മീൻ വാങ്ങേണ്ടവർക്ക് കടപ്പുറത്ത് നിന്ന് തന്നെ വാങ്ങിക്കാം. ശേഷം റോഡിൽ കാത്തു നിൽക്കുന്ന വണ്ടിയിലുള്ളവർക്ക് ഇവർ ലേലം വിളിച്ച് വിൽക്കുന്നു. കുറച്ച് മീൻ നമ്മളും വാങ്ങിയിരുന്നു. കടലിൽ നിന്ന് പിടിക്കുന്ന മീനായതിനാൽ മീനുകൾ കറി വെച്ചാലും വറുത്താലും അതിനെല്ലാം പ്രത്യേക സ്വാദാണ്. വീട്ടിൽ കൊണ്ടുവന്ന മീനുകളെ നന്നായി കഴുകി വൃത്തിയാക്കി. മീൻ മുട്ടകളെല്ലാം ഉണ്ടായിരുന്നു അതിൽ. നന്നായി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മീനുകൾ നന്നായി വറുത്തെടുത്തു. പിന്നെ കുറച്ച് റോസ്റ്റ് ചെയ്തു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ചൂട് കപ്പയുടെ കൂടെ ഇവ കഴിക്കാൻ ഒരു പ്രത്യേക രുചിയായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു.
നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്